എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് PRP ഇഞ്ചക്ഷൻ, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് അല്ലെങ്കിൽ കാലിന് മുട്ടുവേദനയ്ക്ക് ചെയ്യുന്ന PRP ഇഞ്ചക്ഷൻ എന്നതിനെ പറ്റിയാണ്. മുട്ടുവേദനയ്ക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് 4 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകണമെന്നില്ല. എന്നാൽ സ്റ്റേജ് 2 നമ്മളുടെ ജോയിന്റിന്റെ ഇടയിലുള്ള സ്പേസ് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടാം. സ്റ്റേജ് 3 എക്സ്റേ എടുക്കുമ്പോൾ അതിന്റെ സ്പേസ് കുറയുകയും അതിലെ കാർട്ടിലേജിന് കുറച്ച് ഡാമേജുകൾ കാണാനും സാധിക്കും. സ്റ്റേജ് 4 അത് വളവുകളോ അല്ലെങ്കിൽ കാർട്ടിലേജിന് നല്ല ഡാമേജ്, അതിനോടൊപ്പം തന്നെ അതിന്റെ അടിയിലുള്ള എല്ലുകൾക്കും ഡാമേജ് വരാനും ഓസ്റ്റിയോഫൈറ്റ്സ് കാണാനും ഒക്കെ സാധിക്കും. ഇതാണ് സ്റ്റേജ് 4. ഇത്തരത്തിലായിരിക്കും നമ്മൾ ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള പേഷ്യന്റിന്റെ മുട്ടിന്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാം, ഇതിൽ ഓസ്റ്റിയോഫൈറ്റ്സ് കാണാം, ജോയിന്റ് നാരോയിങ് സംഭവിച്ചത്, അതായത് ജോയിന്റ് സ്പേസ് ഇവിടെയുള്ള സ്പേസിനേക്കാളും ഇവിടെ സ്പേസ് വളരെയധികം കുറഞ്ഞതായിട്ട് കാണാം. ഈ സ്പേസിന്റെ ഇടയിൽ നമുക്ക് പുറം ഭാഗത്തായിട്ട് കാണുന്ന എല്ല് വളർച്ച, അതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ജോയിന്റ് വളരെ ഇറഗുലർ ആയിട്ട്, അതായത് മീഡിയലും ലാറ്ററൽ സൈഡിലും അകത്തെയും പുറത്തെയും ജോയിന്റുകളുടെ ഗ്യാപ്പുകളിൽ വ്യത്യാസമുള്ളതായിട്ട് കാണാം. PRP ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ബ്ലഡിൽ നിന്നും സെൻട്രിഫ്യൂജ് എന്ന മെത്തേഡ് വഴി നമ്മുടെ ബ്ലഡ് ബാങ്കിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബ്ലഡിലെ തന്നെ ഒരു ഭാഗമാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഇത് പ്ലാസ്മയിലെ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയ കണ്ടന്റിനെയാണ് നമ്മൾ PRP എന്ന് പറയുക. PRP ഇഞ്ചക്ഷനുകൾ ഇപ്പോൾ സ്കിന്നിലും ഹെയർ ലോസിനും അതുപോലെ മുട്ടുവേദന, ടെന്നീസ് എൽബോ അങ്ങനെ പലതരം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഈ പോർഷനാണ് PRP. നമ്മൾ PRP ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ സ്റ്റെറൈൽ ആയിട്ടൊരു ഏരിയയിലാണ് നമ്മൾ യൂഷ്വലി PRP ഇഞ്ചക്ഷൻ ചെയ്യുക. ഒട്ടിയിലോ അല്ലെങ്കിൽ മൈനർ ഒട്ടി അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് PRP ഇഞ്ചക്ഷൻ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഇതൊരു ഇൻട്രാ ആർട്ടിക്കുലർ ഇഞ്ചക്ഷൻ, അതായത് ജോയിന്റിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ്. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കോമോർബിഡിറ്റീസ്, അതായത് ഹാർട്ട് ഡിസീസ്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ പേഷ്യന്റിന് ഷുഗർ, എത്ര ഡയബറ്റീസ്, അൺകൺട്രോൾഡ് ആയ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത്തരം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ടെക്നിക്കിൽ നമ്മുടെ കാലിന്റെ മുട്ട് വളരെ സ്റ്റെറൈൽ ആയ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിലായിരിക്കും നമ്മളുടെ PRP ഇഞ്ചക്ഷൻ മുട്ടിലേക്ക് കൊടുക്കുക. നമ്മുടെ മീഡിയൽ സൈഡിൽ നിന്നോ ലാറ്ററൽ സൈഡിൽ നിന്നോ അകത്തു നിന്നോ പുറത്തു നിന്നോ ജോയിന്റ് സ്പേസിലേക്ക് സിറിഞ്ച് വെച്ചിട്ടാണ് PRP ഇഞ്ചക്ഷൻ ചെയ്യാറ്. ഇത്തരത്തിൽ നമ്മുടെ ജോയിന്റ് സ്പേസിലേക്ക് PRP ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഇതിലുള്ള പ്ലേറ്റ്ലെറ്റിൽ ധാരാളം ഗ്രോത്ത് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ജോയിന്റിനുള്ള ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കാനും ആർട്ടിക്കുലർ കാർട്ടിലേജിന്റെ റിപ്പയറിനും സഹായിക്കും. അതുപോലെ തന്നെ ഉള്ളിലുള്ള ACL, PCL എന്നിവയുടെ പാർഷ്യൽ ടിയറിന് ചില സമയത്ത് കുറച്ചൊക്കെ ഹീലിങ്ങിനും PRP ഇഞ്ചക്ഷൻസ് സഹായിക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ജോയിന്റ് സ്പേസ് കുറയുമ്പോൾ ബോൺ തമ്മിൽ ഒരഞ്ഞിട്ട് അതിന്റെ കാർട്ടിലേജ് ഡാമേജ് ആവുകയും വളരെയധികം പെയിൻ, വളരെയധികം വേദന പേഷ്യന്റിന് ഉണ്ടാകുകയും ചെയ്യും. അതിന് ഒരു കാരണം മുട്ടിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ്. ഒരു പരിധിവരെ PRP ഇഞ്ചക്ഷൻ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. എന്താണ് PRP ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുക? യൂഷ്വലി PRP ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമുള്ള റിക്കവറിയും റീഹാബിലിറ്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. PRP ഇഞ്ചക്ഷന് ശേഷമുള്ള റിക്കവറി പീരീഡിനെ നമുക്ക് 3 സ്റ്റേജായി തിരിക്കാം. അതിലെ സ്റ്റേജ് 1 ആദ്യത്തെ ഇഞ്ചക്ഷൻ ചെയ്ത ദിവസം തൊട്ട് ആദ്യത്തെ 3 ദിവസം, സ്റ്റേജ് 2 4ാമത്തെ ദിവസം തൊട്ട് 2 ആഴ്ച വരെയുള്ള സമയം, സ്റ്റേജ് 3 3ാമത്തെ ആഴ്ച തൊട്ട് 6 ആഴ്ച വരെ, 6 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയം. ആദ്യത്തെ സ്റ്റേജ് 3 ദിവസം നമ്മുടെ കാലിൽ കുറച്ച് വേദനയും നീരും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ 3 ദിവസം നമ്മുടെ കാലിൽ ഒരു കംപ്രഷൻ ബാൻഡേജ് ചിലപ്പോൾ ഡോക്ടർ അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റെസ്റ്റ് അഡ്വൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെയധികം വേദന അനുഭവപ്പെടുന്നവരിൽ കുറച്ച് ഐസ് പാക്ക് വെക്കാനും ഓയിൽമെന്റ് അപ്ലൈ ചെയ്യാനും എന്നതിലും കുഴപ്പമില്ല. എന്നാൽ വേദനയ്ക്ക് മരുന്നുകൾ എടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വേദനയുടെ മരുന്നുകൾ കഴിക്കേണ്ട കാര്യമുള്ളൂ. അതിനുശേഷം ആ 3 ദിവസത്തിന് ശേഷം നമുക്ക് പയ്യെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. നീ എക്സ്റ്റൻഷൻ എക്സസൈസുകൾ, ക്വാഡ്രിസെപ്സ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ, അതുപോലെ നീ ഫ്ലെക്ഷൻ എക്സസൈസുകൾ എല്ലാം ഇത് നമ്മൾ 4 ദിവസം തൊട്ട്
3 ആഴ്ച വരെയുള്ള സമയങ്ങളിൽ എക്സസൈസുകളെല്ലാം ചെയ്യുകയും മുട്ടിന് ചുറ്റുമുള്ള മസിലുകളുടെ എല്ലാം സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും വേണം. അതിനുശേഷമുള്ള സമയം 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാവുന്നതാണ്. 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ പഴയ എക്സസൈസുകളും റിട്ടേൺ ടു സ്പോർട്സ്, അതായത് നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, നമുക്ക് യോഗ എക്സസൈസുകൾ, ട്രെഡ്മിൽ വർക്ക് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ മുട്ടിൽ ചൂടോ ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയത്ത് ഇഞ്ചക്ഷന് ശേഷം ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനും വേഗം തന്നെ അതിനുള്ള റെമഡീസ്, ചികിത്സ എടുക്കാനും ശ്രദ്ധിക്കണം. മുട്ടിലേക്കുള്ള ഇഞ്ചക്ഷന് എപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാക്കാവുന്ന ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മുട്ടിൽ ചൂടുണ്ടാക്കുന്നതും നിങ്ങൾക്ക് പനിയോ ക്ഷീണമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിന്റെ സഹായം തേടേണ്ടതുമാണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ്. അത് എപ്പോഴും നമ്മൾക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഡിസീസുമാണ്. എന്നാൽ ഈ ഡിസീസിനുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ PRP ഇഞ്ചക്ഷൻ നമ്മളെ സഹായിക്കും. എന്നാൽ പൂർണ്ണമായും ഈ അസുഖത്തിനെ മാറ്റാനോ അത് ഇപ്പോൾ റീപ്ലേസ്മെന്റ് സർജറീസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാലമാണ്. റീപ്ലേസ്മെന്റ് സർജറീസ് വേണ്ട എന്ന് വെക്കാനോ PRP ഇഞ്ചക്ഷൻ കൊണ്ട് സാധിക്കില്ല. എന്നാൽ അസുഖത്തിന്റെ തീവ്രതയെ ഒരു പരിധിവരെ കുറയ്ക്കാൻ എപ്പോഴും PRP ഇഞ്ചക്ഷൻ സഹായിക്കും. താങ്ക് യു.